ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ഡിസംബർ മാസ ഫലമാണ്. ഡിസംബർ മാസം ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസത്തിൽ പൂർണ്ണമായ ദൈവാധീനവും ഭാഗ്യവുമൊക്കെ ഉള്ള ഒരു മാസമാണ്. 2024 വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച ഒരു രാശിക്കാരാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ. അതായത് കണ്ടകശനി, തൊഴിൽ സ്ഥാനത്ത് കണ്ടകശനിയായി. അപ്പോൾ ദൈനംദിന കാര്യങ്ങളുടെ കാര്യം ഒക്കെ ബുദ്ധിമുട്ടിലായി, തൊഴിലില്ലാതെ വരിക, ഉപജീവന മാർഗമില്ലാതെ വരിക, അങ്ങനെ വിഷമിച്ച ഒരു വൻ ജനാവലി തന്നെ ഈ ഇടവം രാശിക്കാരുണ്ട്. അധിക സമ്പത്തും കാര്യങ്ങളും സമ്പാദിച്ചു വച്ചിരുന്നവർക്ക് അത്ര തന്നെ ഉപജീവനത്തിന് ബുദ്ധിമുട്ട് വരികയാണ്. എന്നിരുന്നാലും അന്നന്നത്തെ കാര്യങ്ങൾ നടക്കുന്ന രീതിയിലുള്ള തൊഴിലുകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല ബാധ്യതകളൊക്കെ ഉള്ള, സാമാന്യം ഭേദപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവ വ്യക്തികളായാലും ഉപജീവന മാർഗത്തിന് ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഡിസംബർ മാസത്തിൽ കുറച്ച് ഒന്ന് മെച്ചപ്പെടുവാനുള്ള യോഗമാണ് കാണുന്നത്. വക്രത്തിലൊക്കെ പോയ ശനി നേർരേഖയിൽ ആ തൊഴിൽ സ്ഥാനത്ത് ബലം കുറഞ്ഞു വരും. അപ്പോൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ട് താൻ. അതുപോലെ തന്നെ നോക്കുമ്പോൾ ഭാഗ്യാധിപനായിരിക്കുന്ന ഗ്രഹം ബലവാനായിട്ടൊക്കെ ഈ ഇടവം രാശിക്കാർക്ക് വന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ചില വിജയങ്ങളൊക്കെ ഈ മാസം വന്നു ചെയ്യും. അതായത് അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം ഉണ്ടാകും. സംശയിക്കേണ്ട, ഏതെങ്കിലും രീതിയിൽ ഒരു ധന ആഗമന യോഗം ഉണ്ടാകും. ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ഗ്രഹം ബലവാനായിട്ട് അധികാരത്തിൻ്റെ ഗ്രഹത്തിനോട് യോഗം ചെയ്തൊക്കെ വരുന്ന ഒരു മാസമാണ്. ചന്ദ്രൻ ഇടവം രാശിയിൽ വരുന്ന 2.25 നക്ഷത്രം, ആ 2.25 ദിവസം ഇടവം രാശിക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ തുകയാണെങ്കിലും സാമാന്യം ഭേദമായ ഒരു തുക ലോട്ടറി അടിക്കുകയോ കുറിച്ചിട്ടികൾ ലഭിക്കുകയോ മറ്റ് കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലോൺ ശരിയാകുകയോ, കാർഷിക വിളകളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവർക്ക് കാർഷിക വിളകൾക്ക് ഒരു വില വർദ്ധിച്ച് നല്ല വില ലഭിക്കുക, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിംഗ് പെട്ടെന്ന് അവരവരെടുത്തിരിക്കുന്ന ആ ഷെയറിനൊരു വില ഇടിഞ്ഞു നിന്നത് ഒന്ന് വർദ്ധിച്ചു വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ബ്രോക്കറിങ് കാര്യങ്ങൾ വസ്തുപരമായിട്ടോ വാഹന സംബന്ധമായിട്ടോ ഗൃഹസംബന്ധമായിട്ടോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാരങ്ങൾ, ബ്രോക്കറിങ്, ഇടനിലക്കാർ, അത് മിഷനറികളാകാം, മറ്റ് റോ മെറ്റീരിയൽസിൻ്റെ ഇടനിലക്കാരാകാം, അങ്ങനെയൊക്കെ ഉള്ളവർ അപ്രതീക്ഷിതമായ ഒരു ധനം വന്നു ചേർന്ന് മുൻ സമയങ്ങളിലെ നഷ്ടങ്ങൾ നികത്തുവാൻ അനുയോജ്യമായിരിക്കുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും. പ്രവർത്തന രംഗത്ത് സജ്ജമാകുവാൻ ഒരു ആക്റ്റീവായിട്ട് ഊർജ്ജസ്വലത വന്നു ചേരുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെയാണ് ശ്രേയസ്സും യശസ്സും വന്നു ചേരുക. സമ്പത്ത് വന്നു ചേരുമ്പോൾ ഇന്നലെ വരെ ഒന്ന് മാറി നടക്കുക, ചിലരെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മാറി നടക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു എങ്കിൽ അതൊക്കെ മാറി ഒരു അഭിമാനം വർദ്ധിക്കുന്ന ഒരു മാസമാണ്. കുടുംബത്ത് അത് മുഖാന്തരം സന്തോഷം വന്നിച്ച് പ്രണയിക്കുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അത് ജീവിത പങ്കാളിയുമായിട്ടും ദേഷ്യമൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധയോടുകൂടി വേണം സംസാരിക്കുവാനായിട്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ
അപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ വന്നു ചേരുന്നതിനും മനോദുഃഖം വന്നു ചേരുന്നതിനും ഒക്കെ സൂചനയും. സമ്പത്ത് വന്നു ചേരുന്നത് കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. പണം ചിലവാക്കുമ്പോൾ ഒന്ന് പിടിച്ചു മാത്രമേ ചിലവാക്കാവൂ. കാരണം കണ്ടകശനി കഴിഞ്ഞിട്ടില്ലല്ലോ. വന്നു ചേരുന്നത് പാഴായി പോയാൽ പിന്നെ അതുപോലെ ലഭിക്കുക അത്ര എളുപ്പം ഉള്ള കാര്യമല്ല. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായിട്ട് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവരായാലും മറ്റ് ജോലികളൊക്കെ ചെയ്യുന്നവർക്കും പൊതുവെ സമ്പത്ത് വന്നു ചേരുന്നതിനും വ്യാപാരങ്ങളും വിപണനങ്ങളും ഒക്കെ നടക്കുന്നതിനും സ്വന്തമായിട്ട് ഏതെങ്കിലും തരത്തിൽ കോൺട്രാക്റ്റ് ബേസ് ആയിട്ട് തൊഴിലുകളൊക്കെ വർക്ക് എടുത്ത് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഗൃഹനിർമ്മാണവുമായിട്ടോ അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളോ മറ്റ് പബ്ലിക് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ ഒരു നേട്ടം ഉണ്ടാകുന്നതിനും തടസ്സപ്പെട്ട് കിടന്ന പണം വന്നു ചേരുന്നതിനുമൊക്കെ ഈ ഡിസംബർ മാസത്തിൽ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ശാസ്താവിന് നീരാജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യും. അതുപോലെ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാന് വഴിപാടുകൾ ചെയ്യുക. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രേയസ്കരമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.